മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഗൗരവം ശരിയാം വിധം കേരളം ഉൾക്കൊള്ളുന്നില്ലെന്ന് മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ CP റോയ്. പുതിയ ടണൽ നിർമ്മിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്തണമെന്ന 2014 സുപ്രീം കോടതി നിരീക്ഷണം നടപ്പിലാക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏക പോംവഴിയെന്നും CP റോയ് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള ക്യാമ്പയിനുകൾ പുരോഗമിക്കുകയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഗൌരവം ശരിയാം വിധം കേരളം ഉൾക്കൊള്ളുന്നില്ലെന്ന് മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ CP റോയ് അഭിപ്രായപ്പെട്ടു. അതൊരു സൂചനയാണ്. നമുക്ക് കോടതി പോലും സംശയമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു അപകടത്തിനുള്ള സാധ്യത ഉണ്ടായേക്കാം. അതുപോലെ തന്നെ കോടതി അപ്പോയിന്റ് ചെയ്ത ഉന്നതാധികാര സമിതി എംപവേർഡ് കമ്മിറ്റി അവർ പറഞ്ഞിരിക്കുന്നു മുല്ലപ്പെരിയാർ ഡാം ഔട്ട്ലിവ്ഡ് ഇറ്റ്സ് ലൈഫ് ഡെസ്പൈറ്റ് സ്ട്രെങ്തനിങ് വർക്ക്. ബലപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ലൈഫ് കഴിഞ്ഞിരിക്കുന്നെന്ന് ഉന്നതാധികാര സമിതിയും പറഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് കോടതി പറയുന്നത് എ ന്യൂ ടണൽ. നമ്മൾ കൊടുത്തൊരു പ്രപ്പോസലാണത്. കേരളത്തിൽ നിന്ന് നമ്മൾ തയ്യാറാക്കി കൊടുത്ത 12 പേജുള്ള ഒരു ഗ്രാഫിക് സ്കെച്ചും ഈ 12 ഞാൻ പലതവണ മാധ്യമങ്ങളിൽ കാണിച്ചിട്ടുണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 12 പേജുള്ള ഗ്രാഫിക് സ്കെച്ചും ഒരു മെമ്മോറാണ്ടവുമാണ് നമ്മൾ സെൻട്രൽ വാട്ടർ. നമുക്കന്ന് കോടതിയെ നേരിട്ട് സമീപിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ 2012 ജനുവരി 23 സെൻട്രൽ വാട്ടർ കമ്മീഷന് കൊടുത്തിരുന്ന ഈ 12 പേജുള്ള ഗ്രാഫിക് സ്കെച്ചും ഞാൻ നിങ്ങളെല്ലാവരെയും പലതവണ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഗ്രാഫിക് സ്കെച്ച് ഇത് 12 പേജുണ്ട്. ഇത് കാണുന്ന ആർക്കും മനസ്സിലാകും ഒരു പുതിയ ടണൽ നിർമ്മിച്ചാൽ ഡാമിൻ്റെ ജലനിരപ്പ് 50 അടിയിലേക്ക് താഴും. തമിഴ്നാടിന് 56 അടി വെള്ളം കൂടുതൽ കിട്ടും. കേരളത്തിന് എക്കാലം സുരക്ഷിതമായിട്ട് കിടക്കാം. ഈ തലമുറയിൽ നമ്മൾ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്തു എന്ന് നമുക്ക് അവകാശപ്പെടാം. പുതിയ ടണൽ നിർമ്മിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്തണമെന്ന 2014 സുപ്രീം കോടതി നിരീക്ഷണം നടപ്പിലാക്കുകയാണ് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏക പോംവഴിയെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സാജൻ ചാണ്ടി, സുരേഷ് VK, ഷിജിൻ തോമസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണ്ണമയി ശുഭമീ ബന്ധം ധന്യരാഗം Maharani Wedding Collections, the classic bridal world.